അഫ്ളലു ദീനാരിൻ യുൻഫിഖുഹു റജുൽ ദീനാറുൻ യുൻഫിഖുഹു അലാ അയാലിഹി വദീനാറുൻ യുൻഫിഖുഹു അലാ ദാബത്തിഹി ഫീ സബീലില്ലാഹ് വദീനാറുൻ യുൻഫിഖുഹു അലാ സുഹാബിഹി ഫീ സബീലില്ലാഹ്. ഈ ഉമ്മത്തിൻ്റെ മനസ്സ് സ്നേഹം കൊണ്ട് ബന്ധിപ്പിക്കുകയാണ് നബി തങ്ങൾ. അവിടുന്ന് പറയുന്നു, നിങ്ങൾ ചെലവഴിക്കുന്ന നിങ്ങളുടെ പൈസകളിൽ ഏറ്റവും നല്ല പൈസ, നിങ്ങൾ ചെലവഴിക്കുന്ന ദാനങ്ങളിൽ ഏറ്റവും നല്ല ദാനം ഏതാണെന്നറിയോ? ദീനാറുൻ യുൻഫിഖുഹു അലാ അയാലിഹി. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത്, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നത്, സ്കൂളിലെ മദ്രസയിലെ ഫീസ് ഉണ്ടെങ്കിൽ അടക്കുന്നത്, അവർക്ക് ബസ് ഫെയർ കൊടുക്കുന്നത്, അവർക്ക് ആവശ്യമായത് വാങ്ങിച്ചു കൊടുക്കുന്നത്, നിങ്ങളുടെ ഭാര്യയെ ഉമ്മയെ ഉപ്പയെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്നത്, അവർക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നത്, അവർ ഉംറക്ക് കൊണ്ടുപോകുന്നത്, സിയാറത്തിന് നിങ്ങൾ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രപഞ്ചം കാണിക്കാൻ കൊണ്ടുപോകുന്നത്, എന്തോ ആകട്ടെ, നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന കാശ് മുഴുവനും നിങ്ങൾ ചെയ്യുന്ന ദാനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, മറ്റേ ഹദീസിലാണ് നബി തങ്ങൾ പറഞ്ഞത്, വഹുവ യഹ്തസിബുഹു. എന്ത് വേണം? ഞാൻ ഈ ചെയ്യുന്നതിന് അള്ളാഹു പ്രതിഫലം നൽകും എന്ന് പ്രതീക്ഷിക്കണം. എന്നല്ലാതെ പ്രാഗിപ്പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഭാര്യ ഒരു കാര്യം ചോദിക്കുമ്പോൾ, മക്കളൊരു കാര്യം ചോദിക്കുമ്പോൾ കയ്യിൽ കാശുണ്ടാവണമെന്നില്ല. എന്നാലും നമ്മൾ നിർവഹിച്ചു കൊടുക്കും. പക്ഷെ അത് നിർവഹിക്കുമ്പോഴേ ചിലപ്പോൾ മനസ്സിന് ഭയങ്കര ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ വിഷമമായിരിക്കും. പക്ഷേ നിങ്ങൾ അള്ളാഹു എനിക്കിതിന് കൂലി തരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ചെലവഴിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ വീട് പണി നിങ്ങൾ നടത്തുന്നതെങ്കിൽ, വീട്ടിലേക്ക് ഏതെങ്കിലും ആവശ്യമായ കോക്കറി നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതെങ്കിൽ, വീട്ടിലേക്ക് ആവശ്യമായ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുന്നതെങ്കിൽ, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നത്, മൊബൈൽ ഫോൺ റീചാർജ് ചെയ്ത് കൊടുക്കുന്നതടക്കം നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു നിയ്യത്ത് ചെയ്യണം, ഇതിന് അല്ലാഹു എനിക്ക് പ്രതിഫലം തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദാനം ചെയ്യുന്നവയിൽ വെച്ച് ഏറ്റവും വലിയ ദാനമാണ് നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങൾ ചെലവഴിക്കുന്നത് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസുണ്ട്.